ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിന്ന് വന്നിട്ട് നല്ല അടിപൊളി നാരങ്ങ അച്ചാർ. എൻ്റെ ഇപ്പട്ടാണ്ട് ഇപ്പാൻ്റെ അച്ചാറെന്ന് ഞാൻ പറയില്ല കേട്ടോ. ഇപ്പം അച്ചാറിട്ടാൽ എല്ലാവരും പറഞ്ഞു നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ദിവസം വന്നപ്പോൾ ഞങ്ങൾ ഇപ്പനെ കൊണ്ട് അച്ചാർ ഇടിപ്പിച്ചാണ്. അതിന് വേണ്ടി 1 കിലോ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലതുപോലെ കേകിയിട്ട് നമുക്ക് വെള്ളം വറുത്ത് വയ്ക്കാം. അതിനുശേഷം നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നല്ല വെള്ളം തിളപ്പിക്കണം. എല്ലാം വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ നാരങ്ങ ഇട്ടപ്പോൾ കുറച്ച് വെള്ളം കുറവുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, തിളച്ച വെള്ളം വേറെ ഉണ്ടായിരുന്നു, അതും കൂടി അതിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചു. ചെറിയൊരു കൂടുതൽ തിളയ്ക്കാൻ പാടില്ല, തിളച്ചാൽ നാരങ്ങ പൊട്ടിപ്പോവും. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറും. അതിനുശേഷം നമുക്ക് ഇന്ന് ചൂടാറിന് ശേഷം ചെറുതാക്കി എരിഞ്ഞ് അതിൽ കുറച്ച് ആവശ്യത്തിന് ഉപ്പിടാം. പിന്നെ ഉപ്പിട്ടാൽ പിന്നീട് നമ്മൾ ഉപ്പിടുന്നില്ല കേട്ടോ. അപ്പോൾ കുറേ ഉപ്പിടുന്നുണ്ട് കേട്ടോ. അത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി വയ്ക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം അത് വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെക്കണം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. പിന്നെ നമുക്ക് നാടൻ പച്ചമുളക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ഇഞ്ചി എടുത്തിട്ടുണ്ട്. 1 ഇഞ്ചല്ല, കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി നടുവ് കയറിയിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്കതൊക്കെ മതി. പിന്നെ ഇത് വേപ്പില. പിന്നെ നമ്മളിത് എണ്ണയിലുണ്ടാക്കുന്നത്. പിന്നെ അതിന് വേണ്ടി എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉലുവ, പിന്നെ കടുക്. അപ്പം നമുക്ക് എണ്ണ കുറച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടാവണം. ആ ചൂടായിട്ട് വരട്ടെ. അപ്പം നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ ഉലുവ ഇട്ടിക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അത് 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ ആദ്യം വെളുത്തുള്ളിയാണ് ഇടുന്നത്. അപ്പോൾ പറഞ്ഞത് ആദ്യം വെളുത്തുള്ളി ഇട്ടാലാണ് നല്ലൊരു ക്രിസ്പി ആയിട്ട് ആദ്യം വരണം. അപ്പോൾ വെളുത്തുള്ളി ആദ്യം വേവണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനാണ് ക്യാമറ എടുക്കുന്നത്, ഇപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഗ്യാസ് കുറച്ച് വെച്ചിട്ടൊന്നുമില്ല, കൂട്ടി തന്നെ ഇട്ടിക്കണം. ഇപ്പം നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടട്ടേത്. പിന്നെ അതിന് ശേഷം നമ്മൾ പിന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നല്ലതുപോലെ മൊരിഞ്ഞിട്ട് കിട്ടട്ടെ കേട്ടോ. പിന്നെ അതിന് ശേഷം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ പച്ചമുളകൊക്കെ ഇട്ടതിന് ശേഷം കുരുക്കളൊക്കെ അതിൽ നിന്നോ കേട്ടോ. അപ്പോൾ നല്ല എരിവുണ്ടാവും. പിന്നെ ചെറുനാരങ്ങ ഒരു പുളിയുള്ള സ്ഥിതിക്ക് എരിവുണ്ടായാലും കൂടി വെച്ചൊരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതാ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി നമ്മുടെ വേപ്പിലും കൂടി അതിലിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി നമുക്ക് ഇത് ആക്കി വയ്ക്കാം. അതിന് ശേഷം നമ്മളിനി പൊടികളിടുന്നത് നല്ലതുപോലെ ഒന്ന് നെരിഞ്ഞ് തരണം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു ശബ്ദം കിട്ടണമെങ്കിൽ കര ശബ്ദം കേൾക്കും. അപ്പോൾ അതുവരെ നമ്മൾ നെരിയണം. അതിന് ശേഷം ഗ്യാസ് ഒന്ന് കുറച്ചതിന് ശേഷം ഇനി പൊടികളിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇടാൻ പോകുന്നത് മുളക് പൊടിയാണ്. ഓരോരുത്തരുടെ എരിവ് അനുസരിച്ചിട്ടാണ്. ഞാനിപ്പോൾ 1 2 3 ടീസ്പൂണോളം ഞാൻ മുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. മുളകും പൊടിയാണ്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ്, നമ്മൾ മുളക് ഇട്ടിട്ടുണ്ട്, നമ്മളുടെ അടിപൊളി ചീനമുളക് ഇട്ടിക്കണം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി വയ്ക്കണം. അപ്പോൾ ഗ്യാസ് കുറച്ച് വയ്ക്കണം കേട്ടോ, പിന്നെ അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നല്ലതുപോലെ ഒന്ന് വേവട്ടെ, അതിൻ്റെ പച്ചക്കുത്തും കാര്യങ്ങളൊക്കെ പോട്ടെ. അപ്പോഴാണ് അച്ചാർ രസം. അതിന് ശേഷം നമ്മൾ ഗ്യാസൊക്കെ ഓഫ്, പിന്നെ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഇനി നാരങ്ങ നമ്മൾ ചൂടാക്കില്ല. ഈ നാരങ്ങ ഉപ്പ് കുഴച്ച് നാരങ്ങയിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി വയ്ക്കാം. വന്നപ്പോൾ പിന്നെ നല്ലതൊന്ന് മിക്സാക്കി വരട്ടെ. അതിന് ശേഷം നമുക്കതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ആ കയ്പ്പ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കതിലേക്ക് സുർക്ക ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അതാ സുർക്ക ഒഴിച്ചിട്ടുണ്ട്. ഒരു കുപ്പീൻ്റെ പകുതി ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി നമുക്കൊന്ന് എടുത്ത് വയ്ക്കാം. ഞാനത് എടുത്ത് വെച്ചിട്ട് ഇതതുപോലെ തന്നെ മൂടി വെച്ചിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ കുപ്പിയിലാക്കിയതിട്ടാ. അപ്പോൾ എല്ലാം സുറുക്കി ഉപ്പൊക്കെ നല്ലപോലെ പിടിക്കട്ടെ. അപ്പോൾ പിന്നെ ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ മാറ്റി വെച്ച് കൊടുക്കാം. ഇത് പിറ്റേ ദിവസമാണ് ഞാനത് എടുത്ത് നോക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി നാരങ്ങ, അത് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. ടേസ്റ്റും അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ ഒരു പൊട്ടണ കുപ്പിയാണ് എടുത്തത്. അപ്പോൾ അതിലേക്ക് ഞാൻ ആക്കി വെച്ച് കൊടുത്ത് 2-3 ദിവസം ഒരാഴ്ച കഴിഞ്ഞ ശേഷം നമുക്കത് കൂട്ടി കൊടുക്കാം. ഇപ്പം തന്നെ കൂട്ടലിവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. നല്ല ടേസ്റ്റിയായ അടിപൊളി നാരങ്ങച്ചാറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും, ബായ്.